ചൈനയ്ക്കെതിരെ അമേരിക്ക 104% ഇറക്കുമതി ചുങ്കൊക്കെ പ്രഖ്യാപിച്ചു. ആകെ അലമ്പായിട്ട് എസ്കെയിൻ ഇടിനാശം വെള്ളപ്പൊക്കം ഇരു രാജ്യങ്ങളും മൊത്തം ആന കരിമ്പിക്കാട് ചവിട്ടി മതിച്ച് നിൽക്കുകയാണ്. ഒന്നും നടക്കുന്ന പരീക്ഷണങ്ങൾ ഗുഡ് മോർണിംഗ് വാണിംകുളത്തേക്ക് സ്വാഗതം. മാർക്കറ്റ് ഹായ് 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 ഹാഷ്മി അതുപോലെ തന്നെ ക്രിസ്റ്റീനയും എസ്കേനൊക്കെ പറഞ്ഞ പോലെ മൊത്തം ആന കരിമ്പിൻകാട്ടിൽ കയറിയതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയാണ് ലോകക്രമത്തിൽ ട്രംപ് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ മണിക്കൂറുകളിലെ ഏറ്റവും വലിയ വാർത്ത ചൈനയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് 104% ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ലോകക്രമത്തില് വിലക്കയറ്റം, പണപ്പെരുപ്പം, പ്രശ്നങ്ങൾ എല്ലാം കൂടാൻ പോകുന്നു. ചൈനയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അവസാനം വരെ പോരാടുമെന്നാണ്. എന്ന് വെച്ചാൽ ചൈന തിരിച്ചടിക്കും. നേരത്തെ അമേരിക്ക 20% പ്രഖ്യാപിച്ചു, പിന്നെ 34% കൂടി പ്രഖ്യാപിച്ചു. അതിനെതിരെ ചൈന 34% പ്രഖ്യാപിച്ചു. ഇപ്പോൾ അമേരിക്ക അതിൽ പ്രതിഷേധിച്ച് 104% പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനീസ് വസ്തുക്കളാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ എത്തുന്നത്. മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി അമേരിക്കയിലേക്ക് നടത്തുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയിലെ ഈ വിലക്കയറ്റം, ചൈനയിലെ ഗുഡ്സിന് എതിരെ പ്രഖ്യാപിച്ച ചൈന തിരിച്ചും പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ വളരെ കരുതലോടെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഇതിൻ്റെ ഈ ബഹളത്തിന് നടുവിൽ ഒരു അവസരം ഇന്ത്യക്ക് വന്നേക്കാം. 1972 മുതൽ 50 വർഷം അമേരിക്കയും ചൈനയുമാണ് വ്യാപാരം നടത്തിയത്. അങ്ങനെയാണ് രണ്ടും വലിയ ശക്തികളായി മാറിയത്. ഇന്ത്യ അതുകൊണ്ട് വളരെ കരുതലോടെ ഇരിക്കുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രി തന്ത്രപ്രധാനമായൊരു നീക്കം നടത്തിയിരിക്കുന്നു. എസ്കെൻ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്, യൂറോപ്യൻ കമ്മീഷന്റെ തലപ്പത്തുള്ള ഉർസുല വോണ്ടർലൈനായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്പുമായിട്ട് ചർച്ച നടത്തി വ്യാപാരം നടത്താനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് കത്തെഴുതിയിരുന്നു. ചൈനയുടെ പ്രസിഡന്റ് ഷി ജിങ് പിങ് ഈ വലിയ യുദ്ധവും ഇതൊക്കെ നടന്നെങ്കിലും ഇന്ത്യയുമായി എടുക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ലോകക്രമം മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ആഗോള വിപണി കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് വലിയ പ്രതിഷേധങ്ങൾ, ദശലക്ഷക്കണക്കിന് ആൾക്കാർ ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ട്രംപ് കുലുങ്ങുന്നില്ല. ട്രംപ് പറയുന്നത് ഇത് പരീക്ഷണമാണ്. പരീക്ഷണം പരാജയപ്പെട്ടാൽ ലോകം മുഴുവൻ കുഴപ്പത്തിലാവും. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിൽ എത്തുമോ എന്നുള്ള ഭീതി എല്ലാവർക്കും ഉണ്ട്. കാരണം ഇസ്രായേൽ യുക്രൈൻ യുദ്ധം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ വാണിജ്യ യുദ്ധം വന്നിരിക്കുന്നത്. എസ്കെൻ